സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു. ഇതൊക്കെ സത്യമാണോ എന്ന് അമേലിയോട് ചോദിക്കുമ്പോൾ ഡോക്ടർ മാൻ പറയുന്നത് ഇതൊക്കെ സത്യമാണ്. ഈ ഗ്രാവിറ്റി ഇക്വേഷൻസ് ഒക്കെ വെറുതെയാണ്. ഇതൊക്കെ പ്രൊഫസർ ബ്രാൻഡ് മുമ്പേ തന്നെ സോൾവ് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കുറേയധികം ഡാറ്റാസ് വേണമായിരുന്നു. അതിനായിട്ടാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തത്. എന്നാൽ ഇക്കാര്യങ്ങൾ സ്വന്തം മകളിൽ നിന്ന് പോലും അദ്ദേഹം മറച്ചുവെച്ചു. അദ്ദേഹം ഇപ്പോൾ മനുഷ്യരാശിയെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ കൂപ്പറിനോട് ഡോക്ടർ മാൻ പറയുന്നു. എന്നാൽ കൂപ്പറിന് ദേഷ്യം സഹിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അദ്ദേഹം പ്രോമിസ് ഒക്കെ ചെയ്തിട്ടാണ് കൂപ്പറിനെ ഈ മിഷനിലേക്ക് ചേർത്തത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നിട്ടുള്ള മാൻസ് പ്ലാനറ്റ് ഹാബിറ്റബിൾ അല്ല എന്ന കാര്യം കൂപ്പറും കൂട്ടരും മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ സർഫേസ് ഇല്ല. പ്രതലമില്ലാതെ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കും? എന്നാൽ ഡോക്ടർ മാൻ ഇവിടെ മനുഷ്യർക്ക് താമസിക്കാമെന്ന് ഫേക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അവ ഭൂമിയിലേക്ക് അയച്ചത്. സോ ഈ കാര്യം റൂമിലി മനസ്സിലാക്കി. എന്നാൽ റൂമിലി അത് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് തന്നെ റൂമിലി ഉണ്ടായ സ്ഥലം ബ്ലാസ്റ്റായി റൂമിലി മരണപ്പെടുന്നു. ഡോക്ടർ മാൻ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമാണ് അയാൾക്കുണ്ടായിരുന്നത്. അതിനായി കൂപ്പറിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട് ഡോക്ടർ മാൻ അവിടെ ഉണ്ടായിരുന്ന സ്പേസ് ഷിപ്പ് എടുത്ത് രക്ഷപ്പെടുന്നു. അപ്പോൾ കൂപ്പർ അമേലിയയ്ക്ക് മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അവൾ വന്ന് കൂപ്പറിനെ രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് അവർ സ്പേസ് ഷിപ്പ് എടുത്ത് ഡോക്ടർ മാന്റെ പിറകെ പോകുന്നു. എന്നാൽ ഡോക്ടർ മാൻ ഈ പ്ലാനറ്റിന് പുറത്തുള്ള മദർ ഷിപ്പിലേക്ക് ഈ